കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ എത്ര നാൾ ഉറങ്ങിടുമോ? കർത്താവിപ്പോൾ വന്നിടും. എത്ര നാൾ ഉറങ്ങിടുമോ? കർത്താവിപ്പോൾ വന്നിടും. ലോകമായ കപ്പലിൽ താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവീൻ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവീൻ. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാത സമയത്ത് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവരിക്കുക നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന്. ദൈവം ദീർഘക്ഷമയോട് കാത്തിരുന്ന മറ്റൊരു പ്രവൃത്തിയാണ് പുരാതന ലോകത്തെ ദൈവം ന്യായം വിധിക്കുന്ന ജലപ്രളയം. നോഹയുടെ കാലത്ത് ഭൂമി വരെ വഷളായി പോകും. ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ദൈവം നോഹയ്ക്ക് നൽകി. പെട്ടകം പണി സമയത്ത് നോഹ ദേശക്കാരോട് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചുവെങ്കിലും എല്ലാവരും അതിനെ തമാശയായി കരുതി പുറന്തള്ളി. ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ ഒരു ഭാഗം പറവാനാണ് ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ ഇത്രയും പറഞ്ഞത്. നോഹയും കുടുംബവും ദൈവം നിയോഗിച്ചയച്ച സകല ജീവജാലങ്ങളും പെട്ടകത്തിൽ പ്രവേശിച്ചു. ദൈവം ഇവയൊക്കെയും അകത്ത് പ്രവേശിച്ച ശേഷം 7 ദിവസം വരെ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വച്ചിരുന്നു. ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടം അല്ലാത്തതിനാൽ ഒരു വ്യക്തിയെങ്കിലും നോഹയോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിക്കുന്നെങ്കിൽ പ്രവേശിക്കട്ടെ എന്ന് കരുതി ദൈവം ദീർഘക്ഷമ കാണിച്ചു. പക്ഷേ ആരും പ്രവേശിച്ചില്ല എന്നതാണ് വസ്തുത. ഈ കൃപായുഗത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് തൽക്ഷണം ശിക്ഷാവിധി ഇല്ലാത്തതിനാലാണ് വീണ്ടും മനുഷ്യൻ പാപം ചെയ്യുവാൻ മുതിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ ആരും പരീക്ഷിക്കരുത്. നോഹയ്ക്ക് 7 ദിവസം ദേശവാസികളുടെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു കാണും. ദീർഘക്ഷമയോട് കാത്തിരുന്ന് ദൈവത്തിന് ഒടുവിൽ പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കേണ്ടി വന്നു. ന്യായവിധിയുടെ ജലപ്രളയത്തിന് മുമ്പിൽ ഭൂവാസികൾക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയാതെ സകലരും നശിച്ചു. 1 തെസ്സലോനിയർ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധിപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ഈ കാലങ്ങളിൽ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന വിഷയമാണ് ദീർഘക്ഷമ. ആത്മീയത്തിൽ പലരും ക്രമപ്പെട്ട് നടക്കുന്നവരുണ്ട്, ഉൾക്കരുത്തില്ലാത്തവരുണ്ട്, ബലഹീനരുണ്ട്. അങ്ങനെയുള്ളവരോട് ദീർഘക്ഷമയോട് കാത്തിരുന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് ദൈവം ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുകയാണ്. ക്ഷമിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ ദീർഘക്ഷമ? ദൈവം മനുഷ്യനല്ലല്ലോ. തൻ്റെ ദിവ്യ സ്വഭാവം ഉള്ളവർക്ക് മാത്രമേ ഒരുവൻ്റെ തകർച്ചയിലും അവൻ്റെ പിന്മാറ്റങ്ങളെ മനസ്സിലാക്കി അങ്ങനെയുള്ളവരോട് ദീർഘക്ഷമ കാണിപ്പാൻ. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോട് ഇരിപ്പീൻ എന്നാണ്. ദീർഘക്ഷമയുള്ള ദൈവം അനുതാപമുള്ള ദൈവം കൂടെയാണ്. ഒരുവനെക്കുറിച്ച് ദൈവിക പദ്ധതിയുടെ വഴിയിൽ വരാതെ സ്വന്തം ഇഷ്ടത്തിന് യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും അവർ യോനയുടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയാകും. ദൈവിക ആലോചനകളെ മറികടന്ന് യാത്ര ചെയ്ത യോനയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുത്തി അയ്യം വിളിപ്പിച്ചവനാണ് ദൈവം. നിനവേക്കാരുടെ മാനസാന്തരത്തിന് ഉപകരണമായി ദൈവം യോനയെ നിയോഗിച്ചപ്പോൾ ദൈവം അനുതപിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച യോനയെ നിനവേലെത്തിച്ച് നിനവേക്കാർ മാനസാന്തരപ്പെടുവാൻ ഇടയാക്കിയ ദൈവപ്രവൃത്തി എത്ര അതിശയം! ആകയാൽ ഒരു കാര്യം ഓർക്കണം, ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ് എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കുറവുകളെ ഏറ്റുപറഞ്ഞ് നിനവേക്കാർ ചെയ്ത പോലെ ദൈവസന്നിധി താഴ്ത്തുന്നെങ്കിൽ ദൈവം വരുത്തുവാനിരിക്കുന്ന ശിക്ഷകളെ
ഓർത്തനുദപിക്കും. ആ ദിവ്യ സ്വഭാവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്കും വരും. അപ്പോൾ ക്ഷമിക്കുവാനും ദീർഘക്ഷമയോട് കാത്തിരിപ്പാനും ഒക്കെ ഇടയാകും. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ പാതയിലേക്ക് നയിപ്പാനും ദൈവം സഹായിക്കും. ഈ നാളുകളിൽ ദൈവമക്കൾ ദീർഘക്ഷമയോട് അല്ലെങ്കിൽ ക്ഷമയോട് മറ്റുള്ളവരോട് ക്ഷമിക്കുക മാത്രമല്ല, അവരെ ബുദ്ധി ഉപദേശിച്ചും ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങി ബലഹീനരെ താങ്ങി ക്രമപ്പെട്ടവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് ദൈവികമായ വഴിയെ മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കണം. സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. കൃപയുടെ വാതിൽ പൂട്ടുവാനുള്ള സമയം ഈ നാളുകളായിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ കൃപയുടെ പെട്ടകത്തിനുള്ളിൽ കടത്തുവാൻ തക്കണം. നമ്മുടെ പ്രവൃത്തി മൂലം സഹായിക്കുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ നീതിയുള്ളതായിത്തീരും. നമുക്കും അതിന് പ്രതിഫലം ലഭിക്കുമോ? അതിന് യാതൊരു സംശയമില്ല. ആകയാൽ ഈ ഇന്നത്തെ പകൽ സമയത്തെ ഈ ചെറിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ദീർഘക്ഷമയോട് കാത്തിരിക്കുന്ന ദൈവം നമ്മളെയും അവൻ ക്ഷമയോട് അവൻ്റെ സന്നിധി ചെല്ലുന്നവരെയും കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിൻ്റെ സന്നിധി ഞാൻ പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു, എന്നെ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചുകൊണ്ട് മുന്നേറാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.